പ്രതിഷേധങ്ങൾക്കിടെ വിവാദ ചലച്ചിത്രം കേരള സ്റ്റോറി ദൂരദർശനിൽ നിന്ന് സംപ്രേഷണം ചെയ്യും. വൈകിട്ട് 8 മണിക്കാണ് പ്രദർശനം. കേരളത്തെ ഇകഴ്ത്താനുള്ള ശ്രമമാണ് നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വിമർശിച്ചിരുന്നു. ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ വ്യക്തമാക്കിയിരുന്നത്. സമഗ്ര വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കമലേഷ്, അല്പം മുമ്പ് റഹീം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രംഗത്തെത്തി. ഡിവൈഎഫ്ഐ പ്രതിഷേധങ്ങളുമായി വരികയാണ്. അതായത് കേരള സ്റ്റോറിയുടെ പ്രദർശനം അല്ലെങ്കിൽ സംപ്രേഷണം വലിയ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വിവാദമാവുകയാണ് കേരളത്തിൽ. എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസും മുഖ്യമന്ത്രിയും അടക്കം ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരണവുമായി എത്തി ഈ വിഷയം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയും ഈ വിഷയത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള റഹീം MP ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ദൂരദർശൻ ഇങ്ങനെ ഒരു ചിത്രം, ഇങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ദൂരദർശന്റെ ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത ദിനമായി അത് അടയാളപ്പെടുത്തും എന്ന് തന്നെയാണ് റഹീം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ദൂരദർശൻ വെറുപ്പിന്റെ ഫാക്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ്. സിനിമാ പ്രദർശനം നിർത്തിവെക്കാൻ ദൂരദർശൻ തയ്യാറാകണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കുടപ്പനക്കുന്ന് ദൂരദർശന്റെ ഓഫീസിൽ ഒരു പ്രതിഷേധ പ്രകടനവും ആ നിലയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഡിവൈഎഫ്ഐ ആസൂത്രണം ചെയ്തത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ റഹീം പറഞ്ഞിട്ടില്ല. ഉടൻ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഇത് സംബന്ധിച്ച മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വലിയ പ്രക്ഷോഭത്തിലേക്ക് ഡിവൈഎഫ്ഐ കടക്കുകയാണ്. കേരള സ്റ്റോറിയെ സംബന്ധിച്ച് അത് കേരളം ബഹിഷ്കരിച്ച സിനിമയാണ് എന്ന് റഹീം പറഞ്ഞു. തിയേറ്ററുകളിൽ പൊളിഞ്ഞുപോയ ഒരു സിനിമയാണ്. കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന്റെ ഒരു സ്റ്റോറിയാണ് കേരള സ്റ്റോറി എന്നുകൂടി അദ്ദേഹം പറയുന്നു. കേരളത്തോടുള്ള വിദ്വേഷം, ഈ ഉത്തരേന്ത്യയിലടക്കം കേരളത്തോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഈ സിനിമ വഴി ഉണ്ടായിട്ടുള്ളത്. അത് കേരളം തള്ളിക്കളഞ്ഞതുമാണ്. ചില മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി ചില മാധ്യമങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ പ്രചരണം നടത്തുന്നത്. അതോടൊപ്പം ഈ സിനിമയെ കേരളം തള്ളിക്കളയണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയും ചെയ്തു. കേരളം വെറുപ്പിന്റെ നാടല്ല, കേരളം സൗഹാർദ്ദത്തിന്റെ നാടാണ്. കേരളത്തെ വിഭജിക്കാനുള്ള ഈ RSSന്റെ ഇത്തരം നീക്കങ്ങളെ കേരളം ഒറ്റക്കെട്ടായി ചെറുത്തോൽപ്പിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുന്നത്. അജിംഷാദ്. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.